സംസ്ഥാനത്ത് GSTയുടെ പേരിൽ വൻ തട്ടിപ്പ് നടന്നത് 1100 കോടിയുടെ തട്ടിപ്പ്. ഖജനാവിലെ നഷ്ടം 200 കോടി. കേരളത്തിൽ GSTയുടെ പേരിൽ വൻ തട്ടിപ്പ് നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 1100 കോടിയുടെ തട്ടിപ്പാണ് നടന്നതെന്നും ഇതുവഴി ഖജനാവിന് 200 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും VD സതീശൻ പറഞ്ഞു. ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകൾ നടത്തിയിരിക്കാമെന്നും മഞ്ഞുമലയുടെ ഒരൊറ്റ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. സാധാരണക്കാരായ ജനങ്ങളുടെ പേരിൽ GST രജിസ്ട്രേഷൻ നടന്നു. ഇവരെ മറയാക്കി ഇടപാടുകൾ നടന്നു. വൈകിയാണ് പലരും ഇക്കാര്യം അറിഞ്ഞത്. സംഭവത്തിൽ CBI അന്വേഷണം നടത്തണം, VD സതീശൻ കൂട്ടിച്ചേർത്തു. പൂനെ GST ഇന്റലിജൻസ് ആണ് തട്ടിപ്പ് കണ്ടെത്തിയതെന്നും സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടും സർക്കാർ നടപടി സ്വീകരിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ GST രജിസ്ട്രേഷൻ റദ്ദാക്കുക മാത്രമാണ് ചെയ്തതെന്നും GST ഉദ്യോഗസ്ഥർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന പ്രധാന വിമർശനം സർക്കാർ രജിസ്ട്രേഷൻ റദ്ദാക്കുക എന്ന ലളിതമായ നടപടിയിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നതാണ്. ഈ തട്ടിപ്പ് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമായിരിക്കാമെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വൻ റാക്കറ്റിനെ കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാത്രമല്ല, സ്വന്തം പേരുകൾ ദുരുപയോഗം ചെയ്യപ്പെട്ട് ബലിയാടായ ഇരകളെ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിക്കുകയോ അവർക്ക് നിയമസംരക്ഷണം ഉറപ്പാക്കുകയോ ചെയ്തിട്ടില്ല എന്നതും ഗൗരവതരമാണ്. തെറ്റ് കണ്ടിട്ടും പ്രതികരിക്കാതെ തട്ടിപ്പിന് മൗനാനുവാദം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഇരകൾക്ക് നിയമസഹായം നൽകി അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും VD സതീശൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന്റെയും സാമ്പത്തിക സുരക്ഷയും നികുതി സംവിധാനത്തിന്റെ വിശ്വാസ്യതയും തകർക്കുന്ന ഈ തട്ടിപ്പിൽ സർക്കാർ എത്രയും പെട്ടെന്ന് ഉണർന്നു പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.